ഹായ്, എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബനാന കേക്കാണ്. മൈദയൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊന്നും കൂടുതൽ യൂസ് ചെയ്യാത്ത സ്പെഷ്യൽ ബനാന കേക്കാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് 2 ബനാന, പിന്നെ 6 മുട്ട, ഷുഗർ ആവശ്യത്തിന്, 1/2 കപ്പ് പാല്. ഇത് ബിസ്ക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഗുഡ് ഡേന്റെ ആണ്, ഒരു 5 ഗുഡ് ഡേന്റെ ബിസ്ക്കറ്റ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ആവശ്യത്തിന്. അതുപോലെ തന്നെ ഏലക്കയുടെ സീഡ്, ജസ്റ്റ് ഒരു 3 ഏലക്കയുടെ സീഡും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബനാന ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് എന്ത് ചെയ്യാം, എഗ്ഗും ഷുഗറും ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ബനാന കട്ട് ചെയ്തതെല്ലാം നമുക്ക് മിക്സിയിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതിനുശേഷം 5 ബിസ്ക്കറ്റ്, ഞാൻ ഗുഡ് ഡേന്റെ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കന്റെ സീഡ് ഞാൻ എടുക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യത്തിന്, മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ഇതിപ്പോ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് വരുന്നത് 1/2 കപ്പ്. എഗ്ഗ് വരുന്നത് 6 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു വിസിറ്റേഴ്സ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അധികം ടൈമൊന്നും വേണ്ട. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം. കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഈ മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മതി, കൂടുതലായിട്ടുണ്ട് ആവശ്യമില്ല. നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ, റെഡിഷ് ബ്രൗൺ കളർ ആ ലെവലെത്തുമ്പോൾ തന്നെ നമുക്കത് എടുക്കണം. കൂടുതലായിട്ട് മുരിയേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് മാറ്റി ചേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഈ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമ്മൾ ഗ്യാസിന്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു തട്ട്, അതായത് ഒരു അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു അലുമിനിയത്തിന്റെ തട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് വെച്ചാൽ മതി. അപ്പം നേരത്തെ നമ്മൾ അടിച്ചെടുത്ത ബനാന കേക്കിനുള്ള ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എന്താവും, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതായതിനു ശേഷം വീണ്ടും കാണാം. ഇത് നമുക്ക് ടൈം വെക്കേണ്ടത് 50 to 20 മിനിറ്റ്സ് ആണ് വെക്കേണ്ടിരുന്നത്. അപ്പോൾ 50 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം സ്ലോയിലാണ് വെക്കേണ്ടത്. സിമ്മാക്കി സ്ലോയിൽ വെച്ച് നമുക്ക് കുറച്ച് നട്ട്സും മുന്തിരി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിട്ട് കൊടുക്കാം. ബാലൻസ് കുറച്ചൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 25 മിനിറ്റിന് ശേഷം നമ്മുടെ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള
ബനാന കേക്ക് റെഡിയാണ്. കാണുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.